ക്യാപ്റ്റൻ മരിച്ചു, ഞാൻ അറിഞ്ഞു. അല്ല, ഇതാര്? സൈമനോ? അസ്സലാമലൈക്കും. സ്ഥലമുണ്ടോ ഞാനേ? അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണമായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങളെ വയസ്സിൽ അങ്ങനെ ഒരു ചെറു കല്യാണം. അല്ല, എപ്പോ ഇവിടെ എത്തി? ഇപ്പൊ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഈ പോർട്ട് കിടക്കുന്ന നമ്മൾ അറിഞ്ഞില്ല. പിന്നെ പടക്കേക്കര കിടക്കുന്ന സൂസൻ എങ്ങനെ അറിഞ്ഞു? നമ്മള് മണത്തറിഞ്ഞു. മണക്കും കുറെ ദിവസത്തേക്കാ മണമ്പുറത്തും കൂടും. ഞങ്ങൾ ഒരേ സ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. നമ്മൾ തോച്ച് ഇങ്ങോട്ട് പോന്ന്, സൈമൻ ജയിച്ച് അങ്ങോട്ട് പോയി. അങ്ങനെയാണ്. കുഞ്ഞാലി വീട്ടിലോട്ട് വാ. അപ്പൊ ഞങ്ങൾ പോട്ടെ കുഞ്ഞാലിക്ക, പിന്നെ കാണാം. ഇതെന്തോ ഒലക്കേമിൽ പോക്കാണപ്പ നിൽക്കി. പിന്നെ ഇനി സൈമണെന്നൊന്നും കയറി വിളിക്കരുത്. ഓൻ ആരായാലും ഞമ്മക്ക് സൈമന. അതിനെ ഈ പ്രാവശ്യം പോണേനിടക്കെ ഞമ്മക്ക് ഈ കെട്ട അങ്ങോട്ട് നടത്തിക്കാറും. നടത്തിക്കളെ. അപ്പൊ ഞങ്ങൾ വരട്ടെ. കിട്ടെ, അവിടെ കിട്ടെ. രണ്ട് പ്യൂർ ആപ്പിൾ ജ്യൂസ് എടുക്ക്. അല്ലേ അല്ലേ? കണ്ട, നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. ഞമ്മൾ കൂട്ടുകാരനാ, പൈലറ്റാണ്. എന്തൊക്കെ നമ്മളിങ്ങനെ ഇപ്പി. അതൊരു വിദ്യയാണ്. ഞാൻ ഇച്ചേനോട് പിണക്കോ? നിന്റെ പിണക്കം തീർക്കാനുള്ള സാധനമൊക്കെ ഇതിലുണ്ട്. എനിക്കൊന്നും കാണണ്ട. ഇച്ചാൻ കഴിഞ്ഞ ആഴ്ച വരാമെന്നല്ലേ എന്നോട് പറഞ്ഞത്. കപ്പലിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി ജൂലി. അതിരിക്കട്ടെ, നീ എന്താ പിന്നെ പോർട്ടിൽ വരാഞ്ഞത്? വരേണ്ടവർ വന്നെന്ന് അറിഞ്ഞു. സൂസനെ പറ്റിയാണോ? ഇച്ചാൻ വരുന്നത് സൂസൻ എങ്ങനെ അറിഞ്ഞു? അവൾ അന്വേഷിച്ചറിഞ്ഞിരിക്കും. ഇച്ചാന് സൂസൻ മതിയല്ലോ. നീ തന്നെയല്ലേ അവളെ കെട്ടണമെന്ന് എന്നോട് പറഞ്ഞത്? കെട്ടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു, നാളെ വേറെ പെണ്ണ് നോക്കാം. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇച്ചായ, സൂസൻ പാവാ. അങ്ങനെ വഴിക്കുവാ. ഡാഡി എന്താ താമസിച്ചത്? ഇന്നും ട്രെയിൻ ലേറ്റ് ആയിരിക്കും. എഞ്ചിൻ മുമ്പിലാണെന്ന് വെച്ച് തീവണ്ടി മുഴുവൻ കൊണ്ടെത്തിക്കാതെ ഡ്രൈവർക്ക് ഇറങ്ങി പോരാനൊക്കൂ. അത് ഡാഡി പറഞ്ഞത് ശരിയാ. പിന്നെ സൈമന് ഷിപ്പ് വന്നു. സൈമന് പ്രൊമോഷൻ കിട്ടി, ഇപ്പൊ ക്യാപ്റ്റനാ. സൈമൺ? സൈമൺ ആരാണ്? ഇതെന്താ ഇങ്ങനെ? സൂസൻ എന്തിന് പോർട്ടിൽ പോയി? ഇത് നല്ല ചോദ്യം. ടെൽ മീ ഫ്രാങ്ക്ലി, തുറന്നു പറ. സൈമൻ അവളുടെ ബോയ് ഫ്രണ്ട് അല്ലേ? എന്തിനെന്ന്? അത് നല്ല ചോദ്യം. അവൻ പോയിട്ട് കുറെ കാലമായില്ലേ? വന്നെന്നറിഞ്ഞപ്പോ അവളൊന്ന് പോയി, അത്ര തന്നെ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങോട്ട് മാറി നിൽക്ക്. പ്രായമായ പെണ്ണ, അവളെ തല്ലരുത്.
യു ഗോ ഇൻസൈഡ്. അകത്ത് പോകാൻ. എടീ, നീ സൈമനെ കാണാൻ പോർട്ടിൽ പോയോ? പോയി. കൂടെ ആരുണ്ടായിരുന്നു? ഞാൻ ഒറ്റയ്ക്ക് പോയി. എന്നിട്ട് വെറും കൈവായിങ്ങ് പോന്നു അല്ലേ? പിന്നല്ലാതെ. വിവരം കേട്ടവളെ, ഈ ഡാഡിക്ക് ഒരു കുപ്പി സ്കോച്ച് വിസ്കിയെങ്കിലും കൊണ്ടുവരണ്ടായിരുന്നു. പേടിപ്പിച്ചു തുടങ്ങല്ലോ. മോളെ സൂസൻ, നീ പിടിച്ച പിടിയാൽ അവനെ കൂടെ ഇങ്ങ് കൊണ്ടുവരാൻ എന്താ? അവൻ വരും, എന്തോ തിരക്കായിരിക്കും. എന്റെ മോള് ഭാഗ്യമുള്ളവാടി. ഷീസ് റിയലി ലക്കി. അതെന്റെ ഭാഗ്യോ. അതെങ്ങനെയാ? അവൻ നിന്നെയാണോ കെട്ടാൻ പോകുന്നത്? വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ. ഓ, അതിനിടയ്ക്ക് പണങ്ങിയോ? മൈ ഡിയർ തെരേസ, come on. ക്യാപ്റ്റൻ മരിച്ചത് ഹൃദ്രോഗം മൂലമാണെന്നാണോ സൈമൻ പറയുന്നത്? അസഹ്യമായ നെഞ്ചുവേദനയോടെ എന്റെ മടിയിൽ കിടന്ന അദ്ദേഹം പിടഞ്ഞു മരിക്കുന്നത് ഇവരെല്ലാം കണ്ടതാണ്. കള്ളം, പച്ചക്കള്ളം. സൈമൺ കരുതിക്കുട്ടി ക്യാപ്റ്റനെ കൊന്നതാണ്. മരണകാരണം വ്യക്തമായി അറിയാനാണ് ശവം പോസ്റ്റ്മോർട്ടത്തിൽ അയച്ചത്. ചാകാൻ നേരത്തെ ഈ സൈമൺ സാറിനെ വിളിച്ച് ഏതാണ്ട് കുശുകുശിക്കുന്നത് ഞാൻ കണ്ടതാ. അത് തന്നെ വ്യക്തമായ തെളിവല്ലേ? കൊല്ലപ്പെട്ടയാൾ കൊലയാളിയോട് സ്വകാര്യം പറയുമോ? ആന്റപ്പൻ കപ്പലിൽ കുക്കാണ്. ക്യാപ്റ്റന്റെ മുറിയിൽ കുക്ക് എന്തിനു വന്നു? കർത്താവേ, ഇത് എന്തൊരു ചോദ്യമാ. ക്യാപ്റ്റൻ സാറ് എന്നെ കുക്കായിട്ടല്ല കരുതിയിരിക്കുന്ന. ആന്റപ്പൻ കപ്പലിൽ പോകണ്ട, ഇവിടെ വന്നാ മതി. കർത്താവേ, എനിക്ക് എവിടെ ആയാലും എന്താ, ഒരിച്ചാൻ വയറ് കഴിയണം, അല്ലാതെന്താ. ക്യാപ്റ്റൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഷിപ്പിന്റെ ചുമതല സെക്കൻഡ് ഓഫീസർക്കാണ്. എഞ്ചിൻ മുറിയുടെ താക്കോലും മറ്റു റിപ്പോർട്ട്സും അദ്ദേഹം എന്നെയാണ് ഏൽപ്പിച്ചത്. അത് കീഴ്നടപ്പിന് വിരുദ്ധമാണ്. എനിക്കറിയേണ്ടത് ലണ്ടനിൽ നിന്ന് ക്യാപ്റ്റനെ ഏൽപ്പിച്ചുവിട്ട സ്വർണ്ണക്കട്ടികൾ എവിടെയെന്നാണ്. അതറിയാനാണ് ഞാൻ കപ്പലിൽ ബഹളം കൂട്ടിയത്. അതിന് ഇവരെന്നെ ചങ്ങലിക്കുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ഞാൻ ക്ഷമിക്കും. സ്വർണ്ണക്കട്ടികളുടെ വിവരമറിയാതെ ഒന്നിനെയും ഞാൻ വിടില്ല. എന്തോന്നാടി ആന്റപ്പാ? കർത്താവേ, ഇത് എന്നെ ആടിയാ? പതുക്കടി. ചുമ്മാതല്ല തന്നെ അക്കച്ചി ആന്റപ്പനെന്ന് വിളിക്കുന്നത്. ആ പിടി. അയ്യോ പാവം, ശകുണി ചേട്ടൻ കുഴഞ്ഞു. കണ്ണി ചോരയില്ലാതെ പറയുന്ന പറച്ചില് കേട്ടില്ലേ? പിന്നെ ഞാനെന്തോ വേണം? വന്ന് രണ്ട് അടി അടി. അയ്യോ, പെണ്ണുങ്ങളാണോ കാറ്റടിക്കുന്നത്? അക്കച്ചി ആന്റപ്പാ. അക്കച്ചി ആന്റപ്പനെ നിന്റെ മറ്റേ വലിയ ശങ്കുണ്ണി ചേട്ടൻ പറഞ്ഞ ശരിയാ. ആന്റപ്പൻ എന്തിനാ ആണുങ്ങളെ കാണുമ്പോ മാറു മറിക്കുന്നേ? നീ എന്തിനാ ആണുങ്ങളെ കാണുമ്പോ മറക്കുന്ന? പിടി. ഇത്തവണ വന്നിട്ട് സൈമൺ എന്തോ ഒരു മാറ്റം. ഏയ്, എനിക്കൊരു മാറ്റവും ഇല്ല. മാറ്റം സൂസനാണ്. മുഖത്ത് എന്തോ ഒരു വല്ലായ്മ, ഒരു ഭീതി. കപ്പലിലെ സംഭവവാസങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ്. കപ്പലിലെ കാര്യങ്ങൾ കപ്പലിൽ പോകുമ്പോ മതി, ഇപ്പൊ കരിക്കല്ലേ. സൂസൻ, ഒന്ന് സന്തോഷായിരിക്കുന്നേ. ഈ ജീവിതം മുഴുവനും നമ്മൾ സന്തോഷിക്കാൻ പോവാണ്. പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനെ കരിന്തേൽ കുത്തിയ പോലെ? ഓ, ഈ നിരാശ നടുവർപ്പം കാണാനില്ല. ആ, വീട്ടിലെ പ്രശ്നം വരെയായി. വീട്ടിൽ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയാൽ മതി. എന്നാ പിന്നെ നമ്മൾ ഇത്ര പ്രയാസപ്പെട്ടിങ്ങനെ ഔട്ട്ഡോർ പരിപാടി വെക്കേണ്ടിയില്ലായിരുന്നു. തൽക്കാലം ഇങ്ങനെയൊക്കെ മതി. ഇൻഡോർ എല്ലാം ആഫ്റ്റർ മാരേജ്. അതുവരെ അതിരിക്കട്ടെ. എന്നാ വീട്ടിലേക്ക് വരുന്നത്? അതും കല്യാണം കഴിച്ചിട്ട് പോരെ. പിന്നെ എന്റെ സ്വഭാവം അറിയാലോ. നാളെ തന്നെ വരണം. ഇത് ഒരു അഡ്വാൻസ്, ബാക്കി കല്യാണം കഴിഞ്ഞിട്ട്. ആരാ ആന്റപ്പ ചേട്ടാ? ഒരു ഭാവിരാജ. അയ്യോ, ഡയറക്ടർ ഭാഗ്യരാജായിരിക്കും. അറിയാതെ നിനക്കെങ്ങനെയാ പരിചയം? സിനിമ മാസിയിലെ അഡ്രസ് കണ്ട് ഞാനൊരു കത്തയച്ചു. ഈ ഫോൺ നമ്പറാ കൊടുത്തത്. ഫോണ് വലിയ മുതലാളി എടുക്കാഞ്ഞത് നിന്റെ ഭാഗ്യം. ഹലോ, ഭാഗ്യരാജ് സാറല്ലേ? ഓടിക്കാൻ ആളെ കിട്ടിയെന്നോ? ഡ്രൈവർ ഭാഗ്യരാജിനോ? മുമ്പ് നിന്ന വീട്ടിലെ ഡ്രൈവറാ? ആള് മാറിപ്പോയോ? മോശം, നിരാശപ്പെടുത്തി കളഞ്ഞു. അയ്യോ, എന്ത് പറ്റി ഭാഗ്യരാജന്? 2 പരിപ്പോടെ പറ്റി. ചൗണിച്ചേട്ടൻ എന്നെ താമസിച്ചേ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഷൂട്ട്. സിനിമ ഷൂട്ടിങ്ങോ? ആ, സിനിമാ ഷൂട്ടിങ്. അയ്യോ, എന്ത് രസം. രതീഷ് സ്മിതയും കൂടെ നാട്ടു റോഡിൽ കിടന്നൊരു ബലാത്സംഗം. ഓ, എന്തൊരു രസം. രതീഷ് കലക്കി കാണും. എന്തോന്ന് കലക്കി? ചൗണിച്ചേട്ടൻ, നമുക്ക് പോയി കാണാം. എങ്ങോട്ടും പോകണ്ട, അങ്ങോട്ടും അല്ലേ. അടുക്കള ജോലിയുണ്ട്. അവന്റെ ഒരു ഷൂട്ടിങ്.
ചള. വാ ചേട്ടാ നമുക്ക് പോകാം. നീ സമാധാനപ്പെടു തങ്കമ്മേ. നീ ജോലിയൊക്കെ തീർത്ത് കുളിച്ച് വൃത്തിയായിട്ട് നില്ല. ആ സീൻ രതീഷിനേക്കാൾ സുന്ദരമായി നമുക്ക് ഇവിടെ കലക്കാം. മതിയെന്നെ വല്ലവരും കാണും. വല്ലവരും അല്ല, എല്ലാവരും കാണട്ടെ. ഇത് മണിമറയല്ല, കടപ്പുറം. എന്റെ ഭാര്യയെ ഞാൻ എവിടെ വെച്ചു എന്തും ചെയ്യും. ഭാര്യയോ? ആ, കൂടെ കഴിയുന്നവളെ പിന്നെ എന്താ വിളിക്കേണ്ടത്? കൂടെ കഴിയുന്നുള്ളോ? പിന്നെ അല്പ പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണം. ഞാനിപ്പോ ആരാന്നാ നിന്റെ വിചാരം? കപ്പലിലെ ചീഫ് ക്യാപ്റ്റൻ. അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ജോൺസൺ കേൾക്കരുത്. ഇപ്രാവശ്യം കപ്പൽ ആര് കൊണ്ടുവന്ന് നീ നോക്കും. ഒരു ക്യാപ്റ്റന്റെ അന്തസ്സിനനുസരിച്ച് വേറൊരു നല്ല പെണ്ണിനെ കിട്ടില്ലേ? അത് കിട്ടും. പക്ഷേ ഈ ക്യാപ്റ്റന് ഈ പെണ്ണു. നീ വിചാരിക്കുന്ന പോലല്ല സിനിമ. പിന്നെ അത് വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്ന ഒരു സാധനമാണ്. ഓ പന്ന പട്ടര് വരും, തിരിഞ്ഞു നോക്കണ്ട, നടന്നോ. யாரு தங்கம்மாவா? 2 பேரும் சேர்ந்து எங்க போறே? ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരിക. സിനിമയില് ചേർന്നാച്ചാ? എന്താ അവക്ക് ചേർന്നുകൂടെ? ചേരലാമേ, ധാരാളമോ ചേരലാം. സിനിമ ഒരു നല്ല ഫീൽഡാണോ ശങ്കുണ്ണി? സിനിമ ഒരു കടൽ മാത്രമാണ്, അതിൽ വീഴുന്ന നദികളാണ് നദികൾ. പിന്നെ ഏത് ഫീൽഡാ സ്വാമി നല്ലത്? മറ്റു ഫീൽഡിൽ നടക്കുന്നതിന്റെ 100% വൃത്തികേട് സിനിമയെ നടക്കുന്നില്ല സ്വാമി. ശരിയാണല്ലോ. പറഞ്ഞു വന്നപ്പം നമുക്കും സിനിമയിൽ ചേർന്നാൽ എന്താ എന്നൊരു പൂതി. സ്വാമിയുടെ പന്നിവാലി മാതിരിയുള്ള തല സിനിമയിൽ നന്നായിരിക്കും. ഒരു ക്ലോസപ്പ് കിട്ടിയാ മതി, സ്വാമി രക്ഷപ്പെട്ടു. അതെന്താ ശങ്കുണ്ണി ക്ലോസപ്പം? അത് സ്വാമി, ഈ ഡയറക്ടർമാര് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം അപ്പമാണ് ക്ലോസപ്പം. അതിൽ 5 നേരത്തെ വാങ്ങി വെച്ചാലോ? അയ്യോ പൂത്തു പോകും സ്വാമി. ശരിയാ. അപ്പൊ നമ്മുടെ കാര്യം പ്രത്യേക ശ്രദ്ധയിൽ വേണം. അവനെയും വേണ്ട, സ്വാങ് മതി. ആ ഞാനേറ്റു. കേട്ടല്ലോ. ഞാൻ വരട്ടോ? ഞാൻ തടി പോലും ഇവിടെ നിൽക്കുമ്പോഴാ. കല്യാണം കഴിയാതെ ഇങ്ങോട്ട് വരാൻ സൈമൺ വലിയ നാണം. നാണിക്കാൻ എന്തിരിക്കുന്നു? ഇത് അവന്റെ വീടല്ലേ. ഡാഡിയെ കണ്ടില്ലല്ലോ. ഇന്ന് ഡാഡിക്ക് ഓഫ് ഡേ ആണ്. ഡാഡിയുടെ ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓഫ്. അപ്പൊ കുടിയിപ്പോഴും പഴയതുപോലെ പുരോഗതി തന്നെ അല്ലേ? കുടിച്ചു കഴിഞ്ഞാ പഴയ ഫ്രഞ്ച് പ്രതാപം ഒക്കെ പുറത്തു വരും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം പഴയ കടങ്ങളൊക്കെ വീട്ടാനെന്ന് കൂടെ കൂടെ പറയും. ഞാൻ ഇത്തവണ ഒന്ന് പോയിട്ട് വരട്ടെ. സകല കടങ്ങളും തീർത്തുകളെ. ഞങ്ങൾക്ക് പിന്നെ കർത്താവ് തന്ന നിധിയാ മോനെ. ഓ, അധികം കിടത്താതെ പറ്റി. കുറെ കൂടി വലിയ ബന്ധം വരുമ്പോ കാലം മാറായിരുന്നാ മതി. ബേലേ, അങ്ങനെ പറഞ്ഞുവിട്. ഏതായാലും നമുക്കിനി ഇത് വെച്ച് നേടിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ കപ്പൽ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ കല്യാണം നടത്താൻ നോക്കാം. അതിനെന്താ, അടുത്ത ആഴ്ച തന്നെ മനസ്സമോ നടത്തിക്കളയണം. ആഹാ, ഡാഡി ഇന്ന് നല്ല മൂഡിലാണല്ലോ. ഇന്ന് കംപ്ലീറ്റ് ഓഫ് തന്നെ. Above the bed so high, like a diamond in the sky. Who is that? സൈമൺ. Oh, Simon! Simon, how are you? Hello, Simon, how do you do? കൊള്ളാം, നല്ലത്. Say in English. I am an old French man belonging with a high respectable family. Do you know me? സൈമൺ പോ. Simon boy. Hello, Simon. Tata. Bye bye, sweet dreams. ഇവിടെ കിടന്നുറങ്ങാതെ അകത്തുനിന്ന് കിടക്കണം. Thank you very much for your kindness, man. ഞാൻ ഇറങ്ങട്ടെ. Ara. സൈമൺ. Oh, Simon, you sit. I am Francis Pereira from the old country of distance, and I am the man. അപ്പൊ ഞാൻ വരട്ടെ. ബൈ. My dear Teresa, I want 2 cups. Drink and cup water. Simon, you sit here. I say you sit here. I want drink with you. ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണം. I want 2 packs. 2 packs only. What is the life? Life is nothing. It is only the feeling. ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളിൽ
രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ക്യാപ്റ്റനെ കൊന്നിട്ട് സൈമൺ തന്നെ ആ സ്വർണം ഒളിപ്പിച്ചു വെച്ചിരിക്കും. ക്യാപ്റ്റൻ മരിച്ചതിന് ശേഷം സൈമൺ കപ്പലിന്റെ പുറത്തു പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ തന്നെ സ്വർണം ഒളിപ്പിച്ചു വെച്ച് ആ വിവരം സൈമനെ അറിയിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരാനാണ് സാധ്യത. ഏതായാലും സൈമൻ ഇങ്ങനെ ഇവിടുന്ന് ശരിയല്ല. 5 കോടി രൂപയുടെ സ്വർണമുണ്ട്. അതങ്ങനെ വെറുതെ കളയാൻ പറ്റില്ലല്ലോ. സൈമനെ ഞാൻ കൊണ്ടുവരാം. ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ തനിയെ വരും. പള്ളിയിൽ മണിയടിക്കുന്നു. പ്രാർത്ഥനയ്ക്കുള്ള സമയത്ത് ഈ മാതിരി പരിപാടികൾ പാടില്ല എന്നർത്ഥം. ഇന്ന് ഞായറാഴ്ച എല്ലാരും കുമ്പസരിക്കുന്ന ദിവസമാണ്. സൂസൻ കുമ്പസരിക്കാൻ പോകുന്നില്ലേ? ഞാൻ പള്ളിയിൽ പോയിട്ട് എത്ര മാസമായെന്നറിയോ? എല്ലാ ഞായറാഴ്ചയും സത്യക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയി തെറ്റുകൾ ഏറ്റവരിൽ സംശുദ്ധരാകണം. കുമ്പസാരിക്കുട്ടി ചെന്ന് എന്നും കള്ളം പറയാൻ എന്നുണ്ടാവില്ല. തെറ്റുകൾ ഏറ്റു പറയുന്നത് വിഴുപ്പ് വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്ന പോലെ ആത്മസംതൃപ്തിയല്ലേ? അതുമല്ല, എല്ലാ ആഴ്ചയും ചെന്ന് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ കേൾക്കുന്ന വൈദികൻ എന്ത് തോന്നുന്നു? അത്ര വലിയ തെറ്റുകൾ സൂസൻ ചെയ്യാറുണ്ടോ? ദേ, ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദിച്ചോണ്ടല്ലോ. കുമ്പസാര കൂട്ടിലിരുന്ന് വൈദികനോട് പറയാനല്ലേ മടി? ഇങ്ങോട്ട് അടുത്തിരുന്ന് കേൾക്കട്ടെ. പറയട്ടെ. പറഞ്ഞോളൂ. എന്റെ സൂസൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ തെറ്റുകൾക്കും യഹോവയുടെ നാമധേയത്തിൽ നാം പുറത്തിരിക്കുന്നു. സൂസനോ? നിന്നെ കാണുന്നില്ലേ? അതുകൊണ്ടല്ലേ വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. നീ ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. നീ കള്ളം പറയുന്നു. നിന്നാണ് സത്യം. നിന്റെ അച്ചായൻ വന്ന സന്തോഷാണെന്ന് വെച്ചോ. പിന്നെ അച്ചായന് വല്ലപ്പോഴെങ്കിലും ഇങ്ങോട്ടൂടെ അയക്കണേ. ജൂലി, ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്തു പറ്റി? അച്ചായൻ നിന്നെ കൂടി കപ്പലിൽ കൊണ്ടാൻ സമ്മതിച്ചോ? അയ്യേ, ചേട്ട സമ്മതിച്ചാലും ഞാൻ പോവോ? പിന്നെ എന്തോന്ന് നിങ്ങൾ രക്ഷപ്പെട്ടത്? ഞങ്ങളുടെ കല്യാണത്തിന് വീട്ടിൽ പച്ചക്കൊടി കാണിച്ചു. ആ വിവാഹം കലക്കാൻ ജോൺസിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടല്ലോ. കലക്കാൻ അവനിങ്ങ് വരട്ടെ. അയാൾക്ക് നിന്നോട് ഇത്ര ഭ്രമം എന്താ? നല്ല തല്ലുകൊള്ളുമ്പോ താനെ മാറിക്കൊള്ളും. നിങ്ങളുടെ കല്യാണത്തിന് എന്റെ ഫ്രീ ഡാൻസ്. അതിന് കല്യാണം വീട്ടിൽ വെച്ചല്ലോ. എന്നാ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഡാൻസ്. ഓക്കെ? ഓക്കെ. വരൂ, അകത്ത് പോ. നിങ്ങളല്ലേ സൈമൺ? അതെ. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിനു? ക്യാപ്റ്റനെ കൊന്ന കുറ്റത്തിൽ. സമാധാനപ്പെടും. ധ്യാനം വെക്കാതെ ഞാൻ പറയുന്നത്. സൂസൻ, പോലീസ് വേഷം കണ്ടപ്പോ നീ ഭയന്നു പോയി അല്ലയോടാ?
ഓക്കെ ഒന്ന് പുതയ്ക്കാം കരയാതെ മോളെ. അവനൊന്നും വരുത്തരുതെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും മോളെ. അയ്യോ കർത്താവേ, ചതിച്ചു. എന്താ എന്റെ വല്ല വിവരം കിട്ടിയോ? നമ്മുടെ സൈമനെ ആരോ തല്ലിക്കൊന്ന് കടലിൽ കെട്ടി താത്തു. ഞാൻ മക്കളെ അറിഞ്ഞ വിവരമാണിത്. ആന്റപ്പനില്ലേ ഇവിടെ? ചന്തയെ പോയി. അങ്ങനെ ഇവിടെ ഒരു കാര്യം പറയട്ടെ. വേണ്ട, അവിടെ ഇരുന്നങ്ങ് പറഞ്ഞാ മതി. ഇതതിനല്ല, സിനിമാ കാര്യമാ. വേണ്ടാമേ, ഇന്നാളത്തെ പോലെ എന്നെ പറഞ്ഞു പറ്റിക്കാനല്ലേ? നാണ തങ്കമ്മേ, ഇതതിനല്ല. അയ്യോ ഇപ്പൊ വേണ്ട, ഇത് ഞാൻ പോയിട്ട് നനയ്ക്കാം. എന്റെ ഫോട്ടോ ഞാനങ്ങ് പേടിച്ചു പോയി. ഇത് നിന്റെ അമ്മയുടേതോ അമ്മൂമ്മയുടേതോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ കർത്താവേ, ഇതെങ്ങാ വയ്യ. നേരം വെളുത്തപ്പോ തുടങ്ങിയല്ല. ഒന്നും തുടങ്ങിയില്ല, തുടങ്ങാൻ പോയതേ ഉള്ളൂ. പറവലെങ്കിൽ ഇങ്ങോട്ട് വന്നില്ലേ? ചങ്കുഞ്ഞെ, നിനക്ക് കാറിലല്ലേ വേല? അതെ അതെ. നിനക്ക് കാറിൽ ഇരുന്നാലെന്താ? കാറിൽ എപ്പോഴും ഇരുന്ന അരിസസ് പിടിക്കും. എടി തങ്കമ്മേ, നീ അത് അവിടെ ഇട്ടേക്ക് ഇങ്ങോട്ട് വന്നേ. കുറച്ച് ഇറച്ചി ഉണ്ടാകുന്നുണ്ട്. എന്റെ ഫോട്ടോ ഇത് എന്റെ ഇരിക്കട്ടെ, പ്രയോജനപ്പെടും. കൊച്ചു കടി ഓപ്പിന്റെ നാറ്റം. സ്ലോ സ്ലോ സ്ലോ. തെരേസ്യ, പതുക്കെ. സിറ്റ് സിറ്റ്. സൂസി, I lucky, you lucky, mommy lucky, house lucky. നിങ്ങൾ എന്തിനാ എന്റെ ഡാഡി ഇങ്ങനെ കുടിപ്പിച്ചു കൊല്ലുന്നത്? You don't worry, Ivan. You don't insult my friends. എന്റെ കൂട്ടുകാരെ ആക്ഷേപിക്കരുത്. ഞാൻ ഫ്രണ്ടോ? Oh, sorry. You are my father-in-law, my boy. ഇപ്പൊ അമ്മായിപ്പനായോ? Thank you. Meet me tomorrow. Good night. ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. കേൾക്കണമെന്നില്ല. സൂസനെ അലോഷ്യസ് മുതലാളി കെട്ടാമെന്ന് സമ്മതിച്ചു. Lucky. ഓ, അതിനായിരുന്നു ഈ കൂട്ടുകൂടി. സൈമൺ പോയി ശവം പോലും കിട്ടിയില്ല. പിന്നെ എന്തിനാ ഈ കാത്തിരിപ്പ്? സൈമൺ പോയെങ്കിലേ ഞാൻ മടത്ത് ചേർന്ന് സന്യസിച്ചോളാം. നമ്മൾ അങ്ങ് പോയാട്ടെ. പോയാട്രാ. നടക്കുന്നു. Slow. സ്വർണ്ണക്കെട്ടികൾ എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? പറയടാ, പറയാ, എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. പറയടാ, എവിടാ?
ജൂലി, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ വന്നത്. എന്റെ സഹോദരനെ കൊന്ന വിവരമായിരിക്കും. അതൊരു ദുഃഖസത്യം. അതങ്ങനെ സന്തോഷ വാർത്തയാകും. എന്റെ സഹോദരന്റെ മരണം കൊണ്ട് നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. എന്നെ കപ്പലിലെ ക്യാപ്റ്റനാക്കി. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ആ നേട്ടത്തിൽ പങ്കുചേരാൻ ജൂലിയെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ. ഞാൻ ജൂലിയെ സ്നേഹിക്കുന്നു. ഒരു കാമുകൻ വന്നിരിക്കുന്നു. ജൂലി, കളിക്കണ്ട. എന്റെ സഹോദരനെ കൊന്ന ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് കയറി വന്നിരിക്കുന്നു. ജൂലി, നടന്നു. നിന്റെ എല്ലാ മരുന്ന് സഹോദരനും പോയി. ഇനി നീ ഒറ്റയ്ക്കിങ്ങനെ എത്ര കാലം കഴിയും? അനുകമ്പയ്ക്ക് നന്ദി. എന്നെ വിശ്വസിക്കൂ, സൈമന്റെ മരണത്തിൽ എനിക്ക് പങ്കില്ല. പങ്കില്ല അല്ലേ? ജൂലി, ഞാൻ തൽക്കാലം പോകുന്നു. നിനക്ക് 2 ആഴ്ച സമയം തരുന്നു. ഞാൻ വീണ്ടും വരും. അന്ന് കാണാൻ പോകുന്നത് എന്റെ പ്രേതമായിരിക്കും. വാശി പിടിച്ച് ജീവിതം കളയല്ലേ. മോളെ, യു പ്ലീസ് ലിസൺ മീ. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. എന്റെ സൈമണെ കൊന്ന അലോഷ്യസ് മുതലാളിയെ കെട്ടണമെന്നല്ലേ ഡാഡി പറഞ്ഞു വരുന്നത്? അയാൾ അത്തരക്കാരനല്ല മോളെ. അയാൾ ഇന്ന് കോടീശ്വരനാണ്. അയാളെക്കാൾ വലിയ കോടീശ്വരന്മാർ വേറെയും കാണും. അയാൾ നല്ലൊരു തുക ഇങ്ങോട്ട് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അമ്മയ്ക്കും പണമാണ് ആവശ്യം അല്ലേ? ചത്തവന് വേണ്ടി കാത്തിരുന്നിട്ട് എന്ത് കാര്യം? ഞാൻ പറഞ്ഞതനുസരിച്ച് അയാൾ കല്യാണത്തിന് മന്ത്രകോടി വാങ്ങിക്കഴിഞ്ഞല്ലോ. അത് ശവക്കൂടെ മാറാൻ പോവാണ്. നിനക്ക് സൂയിസൈഡ് ചെയ്യാം. ഞങ്ങളോ? ഇവിടെ ആണെങ്കിൽ കഴുത്തറ്റം കടമാ. ആ കടം എങ്ങനെ വീട്ടാനാ? നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ എന്നെ വിൽക്കണല്ലേ? നീ ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കാതെ എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കും. ജോലി, എനിക്കിങ്ങനെ തീർന്ന് കഴിയാൻ വയ്യ. പലരും പല വഴിക്ക് പോയിരിക്കല്ലേ. വരട്ടെ. എന്റെ സൈമൺ എന്തെങ്കിലും സംഭവിച്ച ഞാൻ ജീവിച്ചിരിക്കില്ല. നീ ഇതിനെ കിടന്നും ചിന്തിക്കാതെ. സൈമൺ ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞു വീട്ടിൽ പുതിയ വിവാഹാലോചന നടക്കുക. ഇത്ര ഹൃദയശൂന്യമായി പെരുമാറാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു? കാര്യം നിനക്കറിയാലോ. മദ്യക്കുപ്പിയുടെ മുമ്പിൽ അറിയാതെ വാലാട്ടി പോകുന്ന പ്രകൃതക്കാരനായിപ്പോയി. അലോഷ്യസ് മുതലാളി നിന്നെ കെട്ടാൻ പോകുന്നത് കേട്ടല്ലോ. ജൂലി, നിനക്കെങ്കിലും എന്നെ വിശ്വാസമല്ലേ? ഏതായാലും കുറച്ചു ദിവസം കൂടി പിടിച്ചു നിൽക്കൂ. വീട്ടിൽ സ്വൈര്യം കെടുമ്പോ ഞാൻ എന്തെങ്കിലും ചെയ്തെന്നിരിക്കും. സൂസി, നിനക്ക് എന്തെങ്കിലും മനപ്രയാസമുണ്ടായാൽ നീ ഇങ്ങോട്ട് പോന്നേക്കാം. ഇത് നിന്റെ വീടാണ്. സൈമൻ ചേട്ടന്റെ ആത്മാവ് ഇവിടെ നിറഞ്ഞു നിൽക്കും. നമുക്ക് വേറെ ആര് കൂട്ടിന് വേണം?
ഇപ്പോ ഈ അലോഷ്യസ് ആരെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്റെ ജീവചരിത്രത്തിൽ പരാജയത്തിന്റെ അധ്യായങ്ങളേ ഇല്ല. ഇതാ, ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ച വിവാഹ വസ്ത്രങ്ങളാണ്. ഈ മന്ത്രകോടി ശവക്കോടിയാക്കി മാറ്റുമെന്നല്ലേ നീ ഭീഷണി മുഴക്കിയത്? തുറക്കട്ടെ. രണ്ടിലൊന്ന് ഇപ്പോൾ ഇവിടെ വെച്ചറിയണം. ഒന്നുകിൽ ഈ വിവാഹാസ്ത്രം അണിഞ്ഞ് സുസ്മേരവദനയായി നീ എന്നോടൊപ്പം ശയിക്കണം. ഇല്ലെങ്കിൽ നിന്നെ കൊന്ന് ആ ശവശരീരത്തിൽ ഈ കോടി ഞാൻ അണിയിക്കും. രണ്ടിലൊന്ന് വേഗം വേണം. ഏതായാലും ഒരേ വികാരത്തോടെ ഞാൻ സ്വീകരിക്കും. പിന്നൊരു കാര്യം, ഈ മുറി എന്റെ സാമ്രാജ്യമാണ്. ഇതിനകത്തു നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ലെന്നറിയാമല്ലോ. ആത്മഹത്യ ചെയ്യാൻ പോലും നിനക്ക് പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. നിവേദനം കേൾക്കാൻ ഞാനൊരു ഭരണാധികാരിയോ പട്ടാള തലവനോ അല്ല. ഞാൻ നിന്റെ ഭർത്താവാണ്. ഞാൻ മറ്റൊരാളിന്റെ കാമുകയാണ്. മണ്ണിന്റെയും പെണ്ണിന്റെയും കഴിഞ്ഞകാല കഥകൾ അന്വേഷിക്കുന്നത് മൗഢ്യമാണ്. കൈവശക്കാരന്റെ സാമർഥ്യം പോലെ നന്നാക്കുകയും നാശമാക്കുകയും ചെയ്യാം. അങ്ങയുടെ ചെറുമകളുടെ പ്രായമല്ലേ എനിക്കുള്ളൂ. നീ ബുദ്ധിമതിയാണ്. ആ ഓലപ്പാമ്പ് കാട്ടി എന്നെ ഒതുക്കാൻ ശ്രമിക്കരുത്. ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യ ബലാത്സംഗം ചെയ്യുക അതൊരു രസമുള്ള അനുഭൂതിയാണ്. ഹലോ, യെസ് സർ. ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിനകം ജൂലി ഞങ്ങൾ കൊണ്ടുവരും. അവൾ മുതലാളിയുടെ മുൻപിൽ ഡാൻസ് ചെയ്തിരിക്കും. യെസ് സർ. ഓക്കെ. രാഗമാലിക തൂകുമെന്നുള്ളിൽ മൂകദുഃഖങ്ങളല്ലോ മാനസവീണ നാദം തന്നിൽ താപവികാരം മാത്രം മാധവമാന്യൻ മലർച്ചൊടി
നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് ഉത്തരവിട്ടിരിക്കുന്നു. കൊണ്ടുപോ.
സൂക്ഷിക്കേ. കുറച്ച് വെള്ളം എടുത്തേ. നീ ഏതാ? എങ്ങനെ ഈ നടുക്കടലിൽ ഒന്ന് വീണു? നിനക്ക് എന്തു പറ്റി? എന്നെ രക്ഷിച്ചതിന് ഞാൻ ഒരു ഉപകാരം ചെയ്യാം. ഉപകാരമോ? എന്താ അത്? അതാ അവിടെ ആ അരിമുഖത്ത് കടലിനടിയിൽ ഒരു കെട്ട് സ്വർണ്ണക്കെട്ട് കിടപ്പുണ്ട്. സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതെടുത്ത് പകുതി നിങ്ങൾ എടുത്തോളി. എന്നാ പുറപ്പെടാം. എടാ ബോഡി തിരിച്ചുവിട്. തന്തയുടെ മൂക്കും കണ്ണും എല്ലാം ഉണ്ട്. തരാതെ വന്നു. അവന്റെ ആ കള്ളനോട്ടം കണ്ടില്ലേ? സൂസൻ എവിടെ? അപ്പുറത്തുണ്ട്. ഒന്ന് വിളിക്കും. എന്റെ മാ, എന്റെ മാ. വീടൊക്കെ ചെറുതാ, സ്ഥല സൗകര്യവും കുറവാ. നമുക്ക് നല്ലൊരു പുതിയ വീട് വാങ്ങിച്ച് അങ്ങോട്ട് മാറിയാലോ? വരട്ടെ, സാവകാശം ആലോചിക്കാം. മോളെ വന്ദന, ആ ചായയോടെ. ഇത് എന്റെ മോള വന്ദന. നമസ്കാരം മോളെ. ഇത് സൈമൻ, കടലിൽ നിന്ന് കിട്ടിയ നിത്യ. അങ്ങനൊന്നുമില്ല. എന്റെ ജീവൻ രക്ഷിച്ചത് വാസുദേവനാണ്. സൈമൻ, ഉള്ള സൗകര്യത്തിൽ തൽക്കാലം ഇവിടെ താമസിക്കാം. സൗകര്യത്തിന്റെ അല്ല പ്രശ്നം. എനിക്കൊന്ന് വീട്ടിൽ പോകണം, സഹോദരി ഒന്ന് കാണണം. ഉടനെ ശത്രുക്കളുടെ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുക്കരുത്. ഇന്ന് നീ പഴയതുപോലെ ഒന്നുമില്ലാത്തവനല്ല. ഏതായാലും എനിക്കൊന്ന് പോയേ പറ്റും. ഇല്ല, അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചെന്ന് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം നമുക്ക് ആലോചിച്ച് ബുദ്ധിപൂർവ്വം നീങ്ങാം. എനിക്ക് എന്റെ സൂസനെ കാണണം. നീ ഇവിടെ ഇരുന്നാ മതി. എല്ലാം ഞാൻ പോയി അന്വേഷിച്ച് വിശദമായി വന്നു പറയാം. എന്നിട്ട് വേണ്ടേ ചെയ്യാം. ആലോചിക്കാനൊന്നുമില്ല, അത് മതി. ആ, സൈമനെ കൊന്ന് കടൽ തള്ളി എന്നല്ലേ നീയൊക്കെ വീമ്പിളക്കിക്കൊണ്ട് നടന്നത്? ഒരു കൈപ്പിഴ പറ്റിയാൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവനായിരിക്കും. എന്റെ ദാദി സൺകുണ്യ ഈ വേഷത്തിന്. വേഷമെങ്കിലും ഇരിക്കട്ടെ ആശാനെ. കാറോട്ടെ? കാറ് ഷെഡിലുണ്ട്. ഇനി കാൽനടയെ രക്ഷയുള്ളൂ. എന്ത് പറ്റി? മുതലാളി എന്നെ പിരിച്ചുവിട്ട് അയാളുടെ പുത്തൻ കല്യാണം കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്നെ തട്ടുവന്ന്. അയാൾ ക്ലച്ച് ഓഫ് ചെയ്ത് ഗിയർ ഇട്ട് കളഞ്ഞ്. അയാളെ ബുദ്ധിയുള്ളല്ല, നീ വിചാരിച്ചോളൊന്നല്ല. അയാളെ കെട്ടിയോളി നീ തട്ടു. നീയാല മോൻ. കഷ്ടം, അയാളുടെ മോടെ പ്രായമുള്ള ആ പെണ്ണിന്. അയാൾക്കിപ്പോ എല്ലാരെയും സംശയം. നീ ചുളൂല് അവിടെ വല്ല വേലി ഇറക്കിയോ? കുഞ്ഞാലിക്ക, സത്യമായിട്ട് ഞാൻ ഇതുവരെ അവരുടെ മുഖം പോലും ശരിക്കും കണ്ടിട്ടില്ല. അവന്റെ മരണമണി അടിക്കാറായി പോയി. സൈമൻ ചത്തിട്ടില്ലെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ട്. കുഞ്ഞാലിക്ക, നമുക്ക് സൈമൺ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചാലെന്താ? അവനെ കൊണ്ടുവന്നാ പിന്നെ ഒരു രസമാ. തങ്കുട്ടി മോനെ, അവൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ എന്റെ കടയിൽ വരാതിരിക്കില്ല. ഒരു സേർട്ട് തരണം. ഇല്ല. എന്നാ ഒരു വീട് തരണം. പേടിയുണ്ട്, തരൂല.
എനിക്ക് പോരാ കടം വാങ്ങിച്ച് ഇവിടെ എഴുതി അട്ടിയുണ്ട് ഇനി വീടി വീടി വീടി. എന്റെ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ സൈമൻ തൽക്കാലം അങ്ങോട്ട് പോണ്ട. ഇവിടെ ഇങ്ങനെ എത്ര കാലം ഒളിവിൽ കഴിയും? നീ മരിച്ചിട്ടില്ലെന്നറിഞ്ഞാൽ ആ അലോഷ്യസ് മുതലാളി വീണ്ടും നിന്നെ കൊടുക്കാൻ ശ്രമിക്കും. അയാളെ വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി ഇന്ന് എനിക്കുണ്ട്. മോനെ, എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല. നിനക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും പണം എവിടെ നിന്നുണ്ടായെന്ന് ആരെങ്കിലും അന്വേഷിക്കില്ലേ? ഞാൻ എന്ത് വേണമെന്നാ വാസുവേട്ടൻ പറയുന്നത്? നമുക്ക് തൽക്കാലം ഒരാൾമാറാട്ടം നടത്താം. ആളാരാണെന്ന് ആരും അറിയണ്ട. രസകരമായ പലതും കാണാം. എങ്ങനെ? അതൊക്കെ ഞാൻ ഏറ്റു. ആദ്യം നമുക്ക് നല്ലൊരു വീട് വാങ്ങണം. എന്നിട്ട് ഞാൻ പറയുമ്പോൾ അവിടെ കേട്ടാ മതി. അച്ഛാ ഊണ് റെഡി. ആഹാ, എണീക്കൂ, നമുക്ക് ഉണ്ടിട്ടിറങ്ങാം. സ്ഥലമുണ്ട് കുഞ്ഞാലി. ആ സ്ഥലമുണ്ട് വാസേട്ടാ. വാസേനെ കാണുന്നില്ലല്ലോ, എവിടെയാണ് എന്താണ്? നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടപ്പ. എന്താണ്? കുഞ്ഞാലി, ഞാനേ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്താണ്? കുഞ്ഞാലി, നമ്മളെ സൈമന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ജൂലി. അവളിപ്പോ എവിടെയാ? അവള് മരിച്ചിട്ട് കാലം കുറയും. മരിച്ചോ? വാസേട്ടാ, നമ്മളെ സൈമൻ എവിടെയൊന്നും നല്ല വിവരമുണ്ടോ? അവൻ വരും കുഞ്ഞാലി, വരും. ജർമ്മണിയാ കരയല്ലേ? ദേ ഇതാരാന്ന് നോക്കിച്ചേ. ദേ അപ്പച്ചൻ വന്ന്. നിന്റെ ഈ കരച്ചിലും കാത്തിരിപ്പിനും അവസാനിച്ചു. കല്യാണം കഴിഞ്ഞ് കുട്ടിയുമായി. ഇനിയും കാമുകനെ കുറിച്ചാണോ ചിന്ത? അല്ലപ്പാ, ഇന്ന് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടാ? കുളിപ്പിച്ചു. തങ്കമ്മയാ കുളിപ്പിച്ചത്. എന്തിനാ കുഞ്ഞ് കഴിയുന്നത്? അവന് പാല് കൊടുത്തില്ലേ? അതിന് വിശക്കുന്നുണ്ടാവും. മുലപ്പാലല്ല, കുപ്പിപ്പാലാ കൊടുത്തത്. കുഞ്ഞിനെ കുറിച്ച് ഒരു ശ്രദ്ധയില്ല. നോക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കഴിഞ്ഞ മുഖം മേലാൽ ഞാൻ കാണരുത്. ചെല്ല്.
പാല് കുടിക്കാൻ മറന്നു. എനിക്ക് പാല് വേണ്ട. ഒന്നരയോടെ തുടങ്ങിക്കോളൂ. ഉറക്കം വരാനല്ലേ എന്നിട്ട് വന്നത്? അച്ഛനെങ്ങാനും വന്ന് കണ്ടാൽ? അച്ഛൻ നല്ല ഉറക്കം. ഇനി രാവിലെ ബെഡ് കോഫി സമയത്ത് നോക്കിയാ മതി. വന്ദന, ഇവിടെ നമ്മെ നിയന്ത്രിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനിയും അത്ര വലിയ നിയന്ത്രണം വേണോ ചേട്ടാ? വേണം. എനിക്ക് ചില പ്രധാനപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ചേട്ടന് എന്നെ കാണുന്നത് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പിന്നെ സമയമാകാത്തോണ്ട. ഇനി എന്നാ മൂത്ത് നരച്ചിട്ടോ? വന്ദന പോയി കിടക്ക്. ഒരിക്കൽ ബന്ധപ്പെട്ടാൽ ഭാര്യയാകുന്ന ഭയമാണോ? വന്ദന, അതോ സ്വത്തിന് അവകാശം പറയുന്ന ഭയമോ? ദാ, ഈ പാലെങ്കിൽ കൂടി. വേണ്ടെന്ന് പറഞ്ഞില്ല വന്ദന. വാസുവേട്ടൻ വന്നില്ല വന്നേ? അച്ഛൻ വേറെ വീട് അന്വേഷിച്ചു പോയിരിക്കുക. വേറെ വീടോ? ഇത് നിങ്ങളുടെ വീടല്ലേ? യാതൊരു ബന്ധവുമില്ലാതെ അന്യരായി ഞങ്ങളിവിടെ കഴിഞ്ഞാൽ. നിങ്ങളെ ഇതുവരെ അന്യരായി ഞാൻ കണ്ടിട്ടില്ല. ചേട്ടൻ തോന്നിയില്ലെങ്കിലും കാണുന്നവരെന്തുമായിരിക്കും? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. കാണുന്ന നാട്ടുകാരെന്ത് പറയും? ഞാൻ നടുക്കടലിൽ മുങ്ങിത്താണോണ്ടിരുന്നപ്പോൾ ഈ നാട്ടുകാരാരെയും കണ്ടില്ല. എനിക്കൊരു പുതിയ ജീവിതം തന്നത് വാസുവേട്ടനാണ്. അച്ഛനോടല്ലേ കടപ്പാട്? എനിക്ക് വിടുന്ന കാര്യം. വന്ദന എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു ബന്ധവുമില്ലാതെ ഞാനിവിടെ കഴിയുന്നത് ശരിയല്ല. വന്ദനയ്ക്ക് ഏത് ബന്ധത്തിലും ഇവിടെ കഴിയാം. ആളുകള് എന്തൊക്കെയാണ് പറയുന്നത് അറിയാമോ? എന്റെ ഭാര്യയാണെന്ന് പറയും. അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. ചേട്ടനെ സ്നേഹിക്കാൻ വേറെ ആളുണ്ടെന്ന് എനിക്കറിയാം. വന്ദന, എനിക്കിനി ജീവിതത്തിൽ നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാ ഉള്ളത്? ഇന്നലെ രാത്രി ഞാൻ ബെഡ്റൂമിൽ വന്നപ്പോ ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? വാസുവേട്ടനെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല. ഇതിലെന്ത് വഞ്ചന? നാട്ടിൽ നടക്കാത്ത കാര്യമാ. ഞാൻ നിരവധി പ്രശ്നങ്ങളിൽപ്പെട്ട് വേദനിക്കുന്നവരാണ്. എല്ലാ ജീവിത സൗഭാഗ്യങ്ങളുമുള്ള സൈമൻ ചേട്ടന് വേദനയും. എന്റെ പ്രയാസങ്ങൾ വന്ദനയ്ക്കറിയില്ല. ആ പ്രയാസങ്ങളിൽ പങ്കുചേരാൻ ഒരാള് കൂടി ഉള്ളത് നല്ലതല്ലേ? അവസരം വരുമ്പോ ഞാൻ ക്ഷണിക്കും. ഡാഡി, ഒരു പുതിയ ബിസിനസ് അടങ്ങിയിരിക്കുന്നു, നോക്കാമോ? ആ വാസുവേട്ടൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഒരു ചരക്ക് കപ്പലും ഷിപ്പിംഗ് ഏജൻസിയും ഒക്കെ കൂടി വിൽക്കാൻ വന്നിരിക്കുന്നു. നമുക്കത് വേണോ? വേണം. നമുക്കത് വാങ്ങണം. ലാഭനഷ്ടമല്ല പ്രശ്നം. വാസുവേട്ടൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. എങ്കിൽ നാളെ തന്നെ പോയി നോക്കണം. ഉം? ഏതാണ്? 2878 അംബാസിഡർ. മൂപ്പരെ വിളിക്കുന്ന അത് നമ്മളെ കുഞ്ഞാലി എന്നല്ലേ പേര്? ആ പേര് കുഞ്ഞാലി തന്നെയാണ്. പക്ഷെ നമ്മൾ പഴയ ബിസിനസ് ഒക്കെ നിർത്തി. ഈ പോലീസുകാരെടുത്ത് നോക്കി അടിയും കുത്തും ചോട്ടോ കുടുങ്ങിയിട്ട് ശരീരം ആകെ ക്ഷീണിച്ച് ഇപ്പൊ ബിസിനസ്സേ ഇല്ല. നിങ്ങളെ നമുക്ക് മനസ്സിലായില്ലല്ലോ. എന്നാൽ എനിക്ക് നിങ്ങളെ മനസ്സിലായി. എന്താണ്? ക്യാപ്റ്റൻ സൈമനെ നിങ്ങൾ അറിയൂ. അറിയാൻ നമ്മൾ ചോദിക്കാറുണ്ട്. പാവം ചത്തുപോയി. എന്താക്കാനാ? പറച്ചോൻ വിളിച്ച് അവൻ അങ്ങോട്ട് പോയി. എന്ത് ചെയ്യാനാണ്? എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാനാണ്. ഇങ്ങോട്ട് നോക്ക്. ശരിക്കും സൈമനാണ്. ഇങ്ങോട്ട് നോക്കാൻ. ഇങ്ങോട്ട് നോക്കാൻ. ഞാനല്ലേ സൈമൺ. സൈമൺ മുത്തുമോനെ. സൈമനാ അള്ളാ മുത്തുമോനെ. നീ മയ്യത്തായി പോയി നാട്ടിൽ മുഴുവനും പറത്താണ്. ആലോഷ്യസും കൂട്ടരും പറഞ്ഞു വരുത്തിയത്. അല്ല, ഞമ്മ സൂസന എവിടെയാണ് വല്ല പിടിയുണ്ടോ? എല്ലാം ഞാൻ അറിഞ്ഞു. കഷ്ടായിപ്പോയി. പക്ഷെ ആ പെണ്ണ് പാവാ. അവള് പാവമോ?
ബാക്കിയെല്ലാം ഞാൻ കാറിൽ ഇരുന്ന് പറഞ്ഞുതരാം. പേരെന്തോന്നാ പറഞ്ഞത്? ആൻഡ്രൂ സേവ്യർ. മലയാളം അറിയില്ലെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഞാൻ ജനിച്ചത് മലയാള നാട്ടിലാണെങ്കിലും പഠിച്ചതും വളർന്നതൊക്കെ മലയാളിലായിരുന്നു. എന്നിട്ടും മലയാളം മറന്നില്ലല്ലോ. മറക്കാത്ത രണ്ടേ ഉള്ളു, മര്യാദയും മാതൃഭാഷയും. വേറെ കടിക്കാനോ കുറിക്കാനോ വല്ലതും വേണോ? എക്സ്ക്യൂസ് മീ, ഹാവ് എ പെറ്റ് വിത്ത് മീ? നോ താങ്ക്സ്. ചായയോ ചാരായമോ കുടിക്കാറില്ല. നല്ലത്. അല്ലപ്പാ, കാപ്പി കൊണ്ടുവരാൻ പറയും. കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി പറഞ്ഞു. മുഖവുര കൂടാതെ കാര്യങ്ങളിൽ പരസ്പരം മനസ്സിലായല്ലോ. ഇനി വിലയുടെ കാര്യം മാത്രം ഒന്ന് ഉറപ്പിച്ചാൽ മതി. വിലയുടെ കാര്യത്തിൽ നമ്മൾ തെറ്റിപ്പിരിയാൻ പാടില്ല. മിസ്റ്റർ സേവിയർ ആണെങ്കിൽ ഷിപ്പിംഗ് ബിസിനസിനെ കുറിച്ച് അറിയാവുന്ന ആളല്ലേ? എന്താ? എക്സ്ക്യൂസ് മീ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പിന്നെ വരാം. വരൂ. എന്താ സുസൻ? എന്തുണ്ടായി? നീ എന്തിനാ അലറി വിളിച്ചത്? കാര്യം പറയടി. ഞാനൊരു ദുസ്വപ്നം കണ്ടു. ഭർത്താവിനോടൊപ്പം കിടന്നുറങ്ങുമ്പോ കാമുകനെ കുറിച്ച് ചിന്തിക്കരുത്. കിടന്നുറങ്ങ. കാലത്തെ പള്ളിയിൽ പോയി പ്രാർത്ഥി. സുസൻ, നീ എന്തിനു പരുങ്ങുന്നു? ഓ, കോടീശ്വരനായ അലോഷ്യസ് മുതലാളിയുടെ ഭാര്യയ്ക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്നറിയുന്നത് ഇന്നത്തെ അന്തസ്സിന് ചേരില്ലായിരിക്കും. പറയൂ, അറിഞ്ഞുകൊണ്ട് നീ എന്തിനീ ആത്മഹത്യ ചെയ്തു? ഓ, പണത്തിനു വേണ്ടി നീ നിന്നെ സ്വയം വിറ്റു അല്ലേ? സൈമൺ, അപ്പോ പേര് മറന്നിട്ടില്ല.
മറക്കാൻ കഴിയില്ലല്ലോ. ഞാനൊരു അമ്മയാണ്. ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് ചോദിച്ചു. സൈമൺ, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞാനിന്ന് ജീവിതവുമായി ജീവിക്കുന്നു. സൂസൻ, എന്താ വിശ്വാസം വരുന്നില്ലല്ലേ? അന്ന് ആ കടൽക്കരയിൽ വെച്ച് ആർത്തലിച്ചു വന്ന തിരമാലകളെ സാക്ഷിയാക്കി ഞാൻ ആ രഹസ്യം പറഞ്ഞപ്പോ അതറിയാതെ നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കിളി കൊള്ളിച്ചു. സൂസൻ, ഈ ലോകത്ത് മറ്റാരെ നീ ഭർത്താവായിട്ട് സ്വീകരിച്ചിരുന്നെങ്കിലും ഞാൻ സമ്മതിച്ചേനെ. അലോഷ്യസ് അവൻ എന്റെ ആത്മശത്രുവാണ്. നിങ്ങളുടെ പൊന്നോമന മകൻ ഇന്ന് അയാളുടെ തണലിലാണ്. നീ അറിഞ്ഞുകൊണ്ട് എന്തിനീ കുറച്ചത് ചെയ്തു? സൈമൺ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ എന്റെ മുമ്പിൽ രണ്ട് മാർഗങ്ങളാണ് അവശേഷിച്ചത്. ഒന്ന് അടിമത്വം, അല്ലെങ്കിൽ ആത്മഹത്യ. നിങ്ങളുടെ കുഞ്ഞിനെ കരുതി ഞാനത് ചെയ്തില്ല. ഒരച്ഛനുണ്ടായിരുന്നത് കുടിച്ചു മരിച്ചു. ആ വേദനയിൽ അമ്മയും കൊന്നു. അല്ലാതെ ഞാൻ എന്ത് വേണമായിരുന്നു? പറയൂ, ഇപ്പോഴെങ്കിലും പറയൂ സൈമൺ. സൂസൻ, എനിക്ക് മാപ്പ് തരും. ആ ഒറ്റ വാക്കിൽ ഒതുക്കാവുന്ന ബന്ധമല്ല ഇന്ന് എനിക്കുള്ളത്. മരണത്തെ അതിജീവിച്ച് ഞാനിവിടെ ഓടിയെത്തിയത് നിന്നെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ ബന്ധം പുറത്തറിഞ്ഞാൽ അയാൾ ആദ്യം കൊല്ലുന്നത് നമ്മുടെ കുഞ്ഞിനെ ആയിരിക്കും. ഇല്ല സൂസൻ, അവനെ കൊന്ന് ആ ചോരപുരന്റെ കൈകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. സൂസൻ, നിൽക്കവിടെ. കാമുകൻ എന്ത് പറഞ്ഞു പിരിഞ്ഞു? ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കാമുകന്റെ കുഞ്ഞിനെ വളർത്താനുള്ള തടവായിരുന്നു അല്ലേ? അനങ്ങരുത്. ഇതിനകത്ത് ഇനി നിനക്ക് സ്ഥാനമില്ല. ഈ കപട നാടകം ഇവിടെ അവസാനിക്കണം. നീയും നിന്റെ വയറ്റിൽ കിടന്ന ആ വിഷതന്ത്രയും ഒരുമിച്ച് നശിക്കണം. സൈമൻ വന്നാലേ ഇവിടെ തന്നെ ഇരിക്കാൻ പറ. ഉടനെ വരുമെന്ന് പറഞ്ഞാ പോയത്. ഹലോ ഹലോ, മിസ്റ്റർ സൈമൺ അവിടെ വന്നിട്ടുണ്ടോ? ഹലോ, പ്ലീസ് ഒന്ന് വേഗം കൊടുക്കണം പ്ലീസ്. ഹലോ, സൈമൺ ചേട്ടനല്ലേ? ഞാൻ വന്ദന. നടക്കലേ അങ്ങോട്ട്. മാത്രം പിടിക്കൂ അല്ലേ? എല്ലാം ഉദർത്തി.
കുഞ്ഞിനെ അലോഷ്യസ് മേലെ കൊല്ലാൻ കൊണ്ട് എന്നെ കബളിപ്പിച്ച് ഇത്രയും കാലം കഴിഞ്ഞ് അവളിനി ജീവിക്കുന്ന എനിക്കത് കാണണം. ഈ കുഞ്ഞിനെ ഞെക്കിക്കൊന്ന ആശുപത്രി
നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാം. കാമുകിയെയും കുഞ്ഞിനെയും രക്ഷിക്കാനുള്ള വരവ്. എന്താ പറഞ്ഞത്? തന്റെ ഇടമുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിനെ കൊണ്ടുപോ.
Hey.